ഇപ്പൊ വേണ്ട. അപ്പോ ചാപ്റ്റർ 6 പെർമുട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ കേട്ടോ ആയിരിക്കും. അപ്പോ ചാപ്റ്റർ 6 പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. അപ്പൊ ഇത് വന്നത് ജേക്കബ് ബെർണോളി എന്ന് പറഞ്ഞൊരു മാത്തമാറ്റീഷ്യൻ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതായത് നമ്മൾ പറയണ ഇപ്പൊ നമ്മളിടക്ക് ഈ ഫോണിന്റെ ഒക്കെ ലോക്ക് മാറ്റാൻ വേണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും, എവിടെ കൊണ്ട് കൊടുക്കാറുണ്ട്? ഫോണില് നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കടകളിൽ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പണ്ട് നിങ്ങൾ വോഡഫോണിന്റെ ഒക്കെ സിം വെച്ചിട്ട് റീചാർജ് ചെയ്യൂലേ, അപ്പൊ അതൊരു 10 ഡിജിറ്റുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. നിങ്ങൾക്കൊക്കെ ഉണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് അന്നെന്ന് പറയുന്നത് ഒരു 10 ഡിജിറ്റുള്ള ഒരു കാർഡാ. അപ്പൊ ഈ കാർഡില് ഒരു പ്രാവശ്യം ചിലപ്പോ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും, മിസ്സായി പോണെന്ന് വിചാരിച്ചോ. അപ്പൊ 10 ഡിജിറ്റ് ഉണ്ടാ, 10 എണ്ണത്തിൽ 9 എണ്ണം ഈ 9 എണ്ണം നമുക്ക് അതിലുണ്ടായിരിക്കും കാർഡില്. ഈ ലാസ്റ്റ് ഡിജിറ്റ് ചിലപ്പോ വല്ല മഴ വന്ന് നനഞ്ഞു പോയി എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ആ കാർഡ് ഉപയോഗിച്ചിട്ട് അതായത് നമ്മൾ റീചാർജ് ചെയ്യൂലേ, റീചാർജ് ചെയ്യണത് 10 ഡിജിറ്റുള്ള ഒരു നമ്പർ വെച്ചിട്ടാണ് എൻ്റർ ചെയ്തിട്ടാണ് റീചാർജ് ചെയ്യണം. നമ്മളൊരു കൂപ്പൺ മേടിക്കും ഫസ്റ്റ്. ആ കൂപ്പണില് എന്തുണ്ടാവും, ഇങ്ങനെ ഡിജിറ്റുകൾ ഉണ്ടാവും. 1 2 3 4 5 6 അങ്ങനെ ഡിജിറ്റുകൾ ഉണ്ടാവും. അപ്പോ ഇങ്ങനെ കൂപ്പൺ മേടിച്ചിട്ട് നമ്മൾ അത് സ്ക്രാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ 10 ഡിജിറ്റ് നമുക്ക് വിസിബിൾ ആയിരിക്കുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ അടിച്ചു കൊടുക്കുമ്പോഴാണ് ഫോൺ റീചാർജ് ആവുള്ളൂ. അപ്പൊ ചില സമയത്ത് നമ്മളിങ്ങനെ ഉരച്ച് കളയുമ്പോഴത്തേക്കും ചിലപ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് ഒക്കെ എന്ത് ചെയ്യും, മിസ്സായി പോകും. അപ്പൊ ഏത് ഡിജിറ്റാന്ന് അറിയില്ലല്ലോ നമുക്ക്. അപ്പൊ ആ കാർഡ് അങ്ങനെ തന്നെ വേസ്റ്റ് ആവുമല്ലോ. അപ്പൊ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യും, പൊതുവെ ഒരു ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, ഫസ്റ്റ് എന്ത് ചെയ്യും, ഈ 9 ഡിജിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്, ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മിസ്സിംഗ് ആയി പോയിട്ടുണ്ട്. ബേസിക്കലി ഒരു ബുദ്ധിയുള്ള ഒരുത്തനാണെങ്കിൽ എന്ത് ചെയ്യും, ഓരോന്ന് നമ്മൾ എന്ത് ചെയ്യും, മാറ്റി മാറ്റി ചെയ്ത് നോക്കും അല്ലെ. 0 to 9 വരെയുള്ള ഡിജിറ്റുകൾ അടിച്ചു കൊടുത്തിട്ട് ഏതെങ്കിലും ഒരെണ്ണം എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കുള്ളൂ അല്ലെ. അങ്ങനെയാണ് നമ്മൾ ബേസിക്കലി ചെയ്യണത്. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മൾ പെർമുട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിൽ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ നമ്പർ ഓഫ് വേസ് ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേ ഓഫ് സെലക്ഷൻ, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയണ, പെർമുട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയണത് ബേസിക്കലി. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഇവിടെ പറഞ്ഞേക്കുന്നത്, സപ്പോസ് ഒരു സൂട്ട് കേസ് ഉണ്ട്, അതിനൊരു നമ്പർ ലോക്ക് ഉണ്ടായിരുന്നു. ദ നമ്പർ ലോക്ക് ഹാസ് 4 വീൽ ഈച്ച് ലേബിൾഡ് വിത്ത് 10 ഡിജിറ്റ് ഫ്രം 0 to 9. അപ്പൊ ഇതിലെന്താ 4 ഡിജിറ്റ് ഉണ്ട് ഇതിന്റെ അകത്ത്. ഒരു സൂട്ട് കേസിന്റെ എന്താണ് 4 ഡിജിറ്റ് ഉള്ള കോഡാണ് ഇതിനുള്ളത്. അതിൽ ഒരു ഡിജിറ്റ് മാത്രം എന്താണ് 7 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡിജിറ്റ് മാത്രം 7, ബാക്കി എന്താണ് ഈ 3 ഡിജിറ്റ് അറിയില്ല ആൾക്ക്. അപ്പൊ നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മള് പല രീതിയിൽ ഇത് അറേഞ്ച് ചെയ്യും അല്ലെ. വേണമെങ്കിൽ നമുക്ക് 0 1 2 അങ്ങനെ കൊടുക്കാം. അപ്പൊ എത്രയൊക്കെ രീതിയിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും? അല്ല, 4 ഡിജിറ്റ് ഉണ്ട്. ഫസ്റ്റ് എന്താണ് 7. ഇവിടെ ഏതൊക്കെ വരാം, ഇവിടെ 10 ഡിജിറ്റ് വരാം, ഇവിടെ എന്ത് വരാം 10 ഡിജിറ്റ് വരാം, ഇവിടെ എന്ത് വരാം 10 ഡിജിറ്റ് വരാം. അപ്പൊ 10 into 10 into 10 വേസിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം, അടിച്ചു കൊടുത്ത് നോക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാൻ പറ്റും. അപ്പൊ ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു കേസിൽ എന്താവും, ഇത് ട്രൂ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എഴുതി നോക്കും, എന്നിട്ട് ഇത് ഫുൾ ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പോ ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ, ദിസ് ചാപ്റ്റർ വി ഷാൽ ലേൺ സം ബേസിക് കൗണ്ടിങ് ടെക്നിക്സ് വിച്ച് വിൽ enable us to answer this question without actually listing 3-digit arrangement. In fact, this technique will be useful determining number of different ways of arranging. അപ്പൊ ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് നമ്പർ ഓഫ് വേ ഓഫ് അറേഞ്ച്മെന്റ്സ്. അതായത് എന്താണ്, നമ്പേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അത് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, അതിനെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാളുടെ കയ്യില് 3 ഷർട്ട് ഉണ്ട്. നിങ്ങളിപ്പോ മറ്റേ ഈ കൂടുതലും നമ്മള് ഈ ഫാഷൻ കൂടുതൽ എന്താ പറയാ, മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോ നീ ചെയ്യാറില്ലേ, നീ ചെയ്യണ്ട, വേഗം വരുന്നുണ്ട് വെള്ളം കുടിച്ച്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കയ്യില് 3 ഷർട്ട് ഉണ്ട്, 3 ഷർട്ട് ഉണ്ട്, 2 ഷർട്ടും 3 പാൻസും ഉണ്ട്.
അപ്പൊ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇത് പെയർ ചെയ്യാം? എന്താണ് അത്? നമ്മുടെ കയ്യിലാകെ 3 ഷർട്ട് ഉണ്ട്, 3 പാൻസ്, 2 പാൻസ്, 3 പാൻസ് ഉണ്ട്. അപ്പൊ ഷർട്ട് എന്ന് പറയുന്നത് ഒരു ബ്ലൂവും ഒരു വൈറ്റും ആണ് ഷർട്ടിന്റെ കളർ. പാന്റിന്റെ കളറ് റെഡ്, യെല്ലോ, വയലറ്റ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ പെയർ ചെയ്യാൻ പറ്റും നമുക്കിത്? നിന്റെ 2 ഷർട്ട് ഉണ്ട്, ബ്ലൂ കളറും ഉണ്ട്, വൈറ്റ് കളറിലെ ഷർട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ പാന്റ് ഉണ്ട്, റെഡും വൈയും. ഫസ്റ്റ് നമുക്ക് ബ്ലൂ പാന്റും റെഡ് ഷർട്ട് പാന്റുമായിട്ട് പെയർ ചെയ്യാം. പിന്നെന്താ, ബ്ലൂ ഷർട്ടും യെല്ലോ പാന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ബ്ലൂ വയലറ്റ് ആയിട്ട് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യാം, വൈറ്റും റെഡ്, വൈറ്റ് റെഡ്, വൈറ്റ് യെല്ലോ, വൈറ്റ്. ഇനി വേറെ ഏതെങ്കിലും വേ ഉണ്ടോ? അപ്പൊ മൊത്തത്തിൽ എത്ര വേസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം? 6 വേസിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഇവിടെ ഷർട്ട് എത്രയുണ്ട്? 2 ഇൻറ്റു പാന്റ് എത്രയുണ്ട്? 3. അപ്പൊ 2 ഇൻറ്റു 3 എന്താ? 6. അപ്പൊ ഈ 6 വേസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഡ്രസ്സുകൾ പെയർ ചെയ്യാൻ പറ്റും. ഇനി അപ്പൊ എഴുതിക്ക എല്ലാരും, ബുക്ക് എടുത്തേ. If എഴുതാടാ, if there are m different way of അല്ല സോറി അതായതല്ലേ, if an event can occur in m different ways. പേനയില്ലേ? എടാ അവനൊരു പേന കൊടുത്തേടാ. ഒരു കാലത്തും പേന കൊണ്ടുവരാത്ത. If event can occur m different ways and each of m different ways can, if an event can occur in m different ways and each of m different each of m different ways can occur in n different ways, അതായത് ഒരു ഇവന്റ് m വേസിൽ എന്ത് ചെയ്യണ ഒക്കർ ചെയ്യുന്ന an event can occur in m different ways and each of m different ways can occur in n different ways. Ways, then total number of way occurred are m into n ways. Event അല്ല ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ്. If an event can occur in m different ways and each of m different ways can occur in n different ways, then total number of ways of occurred are m into n ways. എഴുതിയാ? ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. How many 3-digit numbers can be formed? How many 3-digit numbers can be formed? How many 3-digit numbers can be formed from the digit 1, 2, 3, 4 and 5, assuming that ഏതിലട ക്വസ്റ്റ്യൻ? Assuming that repetition of the digit is allowed. First one, repetition allowed.
സെക്കൻഡ് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ്. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റത്തെ നോക്കിക്കേ, നമ്മളുടെ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 നമ്പേഴ്സ് ഉണ്ട് അല്ലെ? എത്ര ഡിജിറ്റ് ആണ്? 5 ഡിജിറ്റാ? 3 ഡിജിറ്റ്. അപ്പൊ നോക്കിക്കേ 1 2 3. അപ്പൊ നോക്കിക്കേ, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വെക്കാം? ഇവിടെ 1 വന്നിട്ട് പിന്നെ ഇവിടെ 1 വന്നതിന് കുഴപ്പമില്ലല്ലോ, ഇവിടെ വേണമെങ്കിൽ 1 വരാം, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ. അപ്പൊ ഈ ഒരു പൊസിഷൻ നമുക്ക് എത്ര രീതിയിൽ മാറ്റി വെക്കാം? 1 വെക്കാം, 2 വെക്കാം, 3 വെക്കാം, 4 വെക്കാം, 5 വെക്കാം. അപ്പൊ ഇതെന്താ 5 വേസിൽ നമുക്ക് ഇത് അറേഞ്ച് ചെയ്യാം. ഇൻറ്റു ഇത് ഓൾസോ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 തന്നെ. അപ്പൊ ഇതോ അതും 5. അപ്പൊ ടോട്ടൽ എത്ര വേസിൽ ഇത് അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 × 5 × 5 125 വേസില് റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ നമുക്ക് പറ്റും. ഇവിടെ നമ്മള് 1 2 3 4 5 വെക്കും. ഇവിടെ പിന്നെ 1 വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഇതും 5 വേസിൽ വെക്കാം, ഇതും 5 വേസിൽ വെക്കാം. അപ്പൊ റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 × 5 × 5 വേസിൽ അറേഞ്ച് ചെയ്യാം. ഇനി നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിച്ചേടാ, അടുത്തതില് റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്നാ പറഞ്ഞേക്കണം. അപ്പൊ നമ്മള് ആദ്യം ഇവിടത്തെ എന്താ വെച്ച് 5 ഏതെങ്കിലും വെക്കാല്ല. ആദ്യത്തെ പൊസിഷൻ നമ്മൾ 5 വേസിൽ അറേഞ്ച് ചെയ്ത്, ഇനി രണ്ടാമത്തേല് നമ്മള് ഇവിടെ വെച്ച സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല. അപ്പൊ ഇത് എത്ര വേസിലാ? ഇത് 4 വേസില്. ഇതാ ബാക്കി 3 ഏതെങ്കിലും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ 3 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ 5 × 4 × 3 ആണ് റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ് ഇൻ ദ കേസിൽ വരുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 3-digit even number can be formed? How many 3-digit even numbers can be formed from the digits? How many even numbers can be formed from the digits 1 2 3 4 5 6? How many 3-digit even numbers can be formed from the digit 1 2 3 4 5 6 if the digit can be repeated? If the digit can be repeated. എന്താണ്? ഈവൻ നമ്പർ ഫോം ചെയ്യണം. എത്രയൊക്കെ ഡിജിറ്റ് ഉണ്ട്? 1 2 3 4 5 6. എത്ര ഡിജിറ്റാ? 3 ഡിജിറ്റ്. അപ്പൊ ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ നമ്മൾ എന്താ ഫസ്റ്റ് ചെക്ക് ചെയ്യണത്? ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കും. അപ്പൊ ഇവിടെ ഏതൊക്കെ ഈവൻ നമ്പർ ഉള്ള? 2 ഉണ്ട്, 4 ഉണ്ട്, 6 ഉണ്ട്. അപ്പൊ ഇതിൽ എന്താണ് എത്ര വേയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ? ഓൺലി 3 വേസിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 3 പേരില് ആരെങ്കിലും ഒരാളായിരിക്കും ഇവിടെ. ഇനി നോക്കിക്കേ, ഇവിടെ എന്തായിരിക്കണം? ഇവിടെ എത്ര പേര് അറേഞ്ച് ചെയ്യാം? 6. കാരണം റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ട് അലൗഡ് അല്ല, അലൗഡ് ആണ്. റിപ്പീറ്റേഷൻ അലൗഡ് ആണ്. അപ്പൊ ഇത് 6 വേസിൽ അറേഞ്ച് ചെയ്യാം. വാട്ട് അബൌട്ട് ദിസ്? ഇത് എത്രയാ? 6. അപ്പൊ ടോട്ടൽ വേ ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് 6 × 6 × 3. മനസ്സിലായാ? എന്താ? അത് തന്നിരിക്കുന്ന നമ്പറിൽ എത്ര ഈവൻ നമ്പർ ഉണ്ട് നോക്കണം. ഇവിടെ ലിസൺ, ഇവിടെ നോക്കിക്കേ, 7 8 ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവിടെ നമ്മൾ എന്തുകൊണ്ട് 3 വേസ് എടുത്തത്? ഇവിടെ 3 ഉള്ളു ഇവിടെ ഈവൻ നമ്പർ. ഇവിടെ ഒരു ഈവൻ നമ്പറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഇവിടെ 0 കൂടി ഉണ്ടായിരുന്നെങ്കിലാ? 0 ഈവൻ നമ്പറാ. 0 ഈവനാ. 0 ഈവൻ നമ്പറാ കേട്ടാ.
ഇല്ല, ഇവൻ നമ്പർ പുതിയ, അത് നേരത്തെ ബുക്കില് ഓതേഴ്സ് എഴുതിയിട്ടുണ്ട്. 1 ഓടാണ്, 1ന് മുമ്പുള്ള നമ്പറാണ് 0 ഇവനാ. അതാര്? അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ 1 2 3 വേസിൽ അറേഞ്ച് ചെയ്യാം. ഇനിയിപ്പോ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ നമ്പർ ഇവിടെ 4 വേസ് ആവും. അതനുസരിച്ച് ഇവിടെ മാറും കേട്ടാ. ഒരു നമ്പർ കൂടി ഇവിടെ എന്താവും? 7 ആവും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആ, ക്വസ്റ്റ്യൻ എഴുതുക. ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് സെന്റൻസ് എന്നാ നോക്കുക. എന്നിട്ട് ഇതൊന്നും ഇങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല. എത്ര പേജിൽ ആൻസർ മാത്രം മതി. 4 into 3 into ആ ഒരു സംഭവം മാത്രം. ആ വേസ് അങ്ങനെ വരച്ചെഴുതണമെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മെനി 4-letter code can be? How many 4-letter codes can be? How many 4-letter codes can be formed using? How many 4 letters code can be formed using first 10 letter of English alphabet? First 10 letters of English alphabet. If no letters can be repeated. നോക്കിക്കേ, ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ, ചിലപ്പോ ഒരു ക്വസ്റ്റിനിൽ ഒരു റിപ്പീറ്റിനെ കുറിച്ച് ഒന്നും പറയില്ല, അപ്പൊ റിപ്പീറ്റ് ചെയ്യണതായിട്ട് തന്നെ എടുത്തോളാം കേട്ടാ. ഇപ്പൊ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇഫ് നോ ലെറ്റേഴ്സ് ക്യാൻ ബി റിപ്പീറ്റഡ്. അപ്പൊ എന്താണ് ഇവിടെ 4 ഡിജിറ്റ് ഉള്ള ഒരു കോഡാണ്. 10 ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിൽ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? കിട്ടിയാ? അല്ല അല്ല അല്ല, ഇത് തെറ്റാണെന്നാവും. നിനക്ക് 5040 ആണ് കിട്ടിയത്. 1 സെക്കൻഡ്. ഇതിന് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 5080 എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നോക്കിക്കേ, അപ്പൊ ഫസ്റ്റ് ഡിജിറ്റ് എത്ര വേസിൽ ഫില്ല് ചെയ്യാ? ഇത് 10 വേസിൽ അല്ലെ? ഇതാ 9 8 7. ഫൈനൽ ആൻസർ 5040. മാനസിന് കിട്ടണ്ട വല്ലതും? ഫാക്ടോറിയൽ എന്താന്ന് അറിയണ്ടേ? അപ്പൊ നീ അതിനെന്ത് ചെയ്യുന്നു? നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഫാക്ടോറിയൽ നേരത്തെ 10th? ആ, അടുത്ത ക്വസ്റ്റ്യൻ കേട്ടാ. അവൻ പഠിച്ചിട്ടുണ്ടാവും. എടാ, അടുത്ത ക്വസ്റ്റ്യൻ എനിക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. How many 5-digit telephone number can be? How many 5-digit telephone numbers can be? Telephone number can be constructed. How many 5-digit telephone number can be constructed using the digit 0 to 9. 0 to 9. If
if each number start with 67, if each number start with 67 and no digit being repeated, no digit being repeated. അപ്പൊ എത്ര ഡിജിറ്റ് ഉള്ള ടെലിഫോൺ നമ്പർ ഉണ്ടാക്കേണ്ടത്? 5 ഡിജിറ്റ്. ഫസ്റ്റ് നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കണം? 6ഉം 7ഉം. അപ്പൊ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ 6ഉം 7ഉം ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞ്. ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? 6ഉം 7ഉം ഫസ്റ്റ് നമ്പേഴ്സ് ഫിക്സ്ഡാ. ഇവിടെ ഓൾറെഡി ഈ 2 നമ്പേഴ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു നമ്മള്. അപ്പൊ ഇനി ഇത് എടുക്കാൻ പറ്റുമോ? ഇല്ല. ബാക്കി എത്ര നമ്പേഴ്സ് ഉണ്ട്? എന്താടാ അത്? എത്ര നമ്പേഴ്സ് ഉണ്ട്? 7 ആണോ? 0 to 9 എന്നാ പറഞ്ഞേക്കണ. നമ്പേഴ്സ് എവിടെന്നാ? 0 to 9. എത്ര നമ്പേഴ്സ് ഉണ്ട് 0 to 9? 10 നമ്പേഴ്സ് ഇല്ലേ? അപ്പൊ 10ന് ഓൾറെഡി 2 നമ്പർ ഓൾറെഡി എടുത്തു നമ്മള്. ബാക്കി എത്ര വേസിൽ ഇത് അറേഞ്ച് ചെയ്യാം? 0 to 9 എത്ര നമ്പർ കിട്ടിയാലോ കാണിച്ചത്? ആ, നിനക്ക് എന്താ പറഞ്ഞ? എടാ നമ്പർ എത്ര ഉണ്ട് മൊത്തം? 10 നമ്പേഴ്സ് അല്ലേ ഉള്ളത്? 0 to 9 എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന്? 10 നമ്പേഴ്സ്. അതിൽ 2 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞു ഓൾറെഡി. റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് അല്ലേ? അപ്പൊ ഇവിടെ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 8 വേസിൽ അറേഞ്ച് ചെയ്യാം. വാട്ട് അബൌട്ട് ദിസ്? 7, 6. അപ്പൊ എങ്ങനെ വരും? 8 into 7 into 6. ഇത് ഫിക്സ്ഡാ. അപ്പൊ ഇത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് അങ്ങനത്തെ അനങ്ങാതിരിക്കണേ. അപ്പൊ 8 into 7 into 6 എത്ര കിട്ടിയ? 336. 6 into അല്ല 8 into 7 into 6. ഇത് 8 വേസിൽ അറേഞ്ച് ചെയ്യാം. ഇത് 7, ഇത് 6. രണ്ട് ഫിക്സ്ഡ് ആയിട്ട് നിക്കണേ അല്ലേ? അപ്പൊ അത് അങ്ങനെ തന്നെ നിക്കണേ. അപ്പൊ ഇവിടെ മാത്രം ചേഞ്ചസ് വരുത്താം. അപ്പൊ എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 8 into 7 into 6. 336. ആൻസർ 336. ആ, ഇത് ഫിക്സ്ഡ് അല്ലേ? ഇവിടെ 67 നമ്പർ ആണ് കേട്ടോ. ഇത് വേസ്. 8 വേസിൽ അറേഞ്ച് ചെയ്യാം, 7 വേസിൽ അറേഞ്ച് ചെയ്യാം, 6 വേസ്. അപ്പൊ ടോട്ടൽ ഇനി അടുത്ത ക്വസ്റ്റ്യൻ. A coin is tossed 3 times. A coin is tossed 3 times and outcomes are recorded. A coin is tossed 3 times and outcomes are recorded. ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുണ്ടാ? എന്താ എഴുതണ്ട? ടെക്സ്റ്റ് എടുത്തേടാ. എല്ലാരും ടെക്സ്റ്റ് എടുത്തേ. നിനക്കില്ലേ ടെക്സ്റ്റ്? നിന്റെ ഇല്ലെന്നാ? വീട്ടിലല്ലേ ഇരിക്കണം? ആണോ? അപ്പൊ നീ എഴുതിയെടുക്ക. A coin is tossed 3 times and outcomes are recorded. How many possible outcomes are there? 6.1 ആണ്. എടാ എഴുതിയ ക്വസ്റ്റ്യൻ. ഒരു കോയിന് എത്ര ഔട്ട്കംസ് ആ ഉള്ളത്? അല്ല, കിട്ടിയാടാ? നോക്കിക്കേ, ഒരു കോയിൻ ടോസ് ചെയ്ത് നമ്മള് എത്ര ഔട്ട്കംസ് ഉണ്ട് അതിന്? ഹെഡ് അല്ലെങ്കിൽ ടെയില് വരാം. അങ്ങനെ 3 പ്രാവശ്യം ടോസ് ചെയ്ത്. അപ്പൊ എത്ര പോസിബിൾ ഔട്ട്കംസ് ഉണ്ട്? 6 ആണോ? എത്രയാ? 3 പ്രാവശ്യം ടോസ് ചെയ്തല്ലേ? 3 പ്രാവശ്യം ടോസ് ചെയ്ത് നോക്കടാ. ഫസ്റ്റത്തെ പ്രാവശ്യത്തിൽ എന്താ?
എന്ത് വരും അപ്പൊ? ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ 2. രണ്ടാമത്തെ പ്രാവശ്യം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. മൂന്നാമത്തെ പ്രാവശ്യം ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ എത്ര? 2 × 2 × 2 8. നിങ്ങൾ എങ്ങനെ 6 പറഞ്ഞത്? 2 + 2 + 2 ആ? ഇനി ഡൗട്ട് ഇതിൽ ഇനി ടെക്സ്റ്റിലില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. മാനസിൽ കിട്ടിയാ? ഫസ്റ്റ് ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 3-digit odd number can be 3 digits odd number can be 3-digit odd number can be formed from the digits 1 2 3 4 5 formed from the digit 1 2 3 4 5 if sub question 1 digit can be repeat. Second one, digit cannot be repeat. അപ്പൊ 3 ഡിജിറ്റ് എന്താണ്? ഓഡ് നമ്പർ ഫോം ചെയ്യണം. 1 2 3 4 5 3 ഡിജിറ്റ് ഓഡ് അല്ലേ? അപ്പൊ ലാസ്റ്റ് നമ്പർ എന്തായിരിക്കണം? ഓഡ് ആയിരിക്കണം. അപ്പൊ ഇത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 3 വേസിൽ ഇത് അറേഞ്ച് ചെയ്യാം. വാട്ട് അബൌട്ട് ദിസ് ആൻഡ് ദിസ്? റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ കിട്ടിയാ? തെറ്റാണ്. അതെന്താ? ഓക്കെ, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഇത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5. വാട്ട് അബൌട്ട് ദിസ്? 5 4 റിപ്പീറ്റേഷൻ അലൗഡ് അല്ലേ? അപ്പൊ ഈ 5 തന്നെ യൂസ് ചെയ്യാലോ. 5 × 5 അപ്പൊ 5 × 5 × 3. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ ആൻസർ 5 × 5 × 3. റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഫസ്റ്റത്തെ പൊസിഷൻ നമുക്ക് 5 വേസിൽ അറേഞ്ച് ചെയ്യാലോ. ലിസൺ, റിപ്പീറ്റേഷൻ അലൗഡ് ആണെങ്കിൽ ഫസ്റ്റ് പൊസിഷൻ നമുക്ക് 5 വേസിൽ അറേഞ്ച് ചെയ്യാം. സെക്കൻഡ് പൊസിഷൻ ഓൾസോ 5 വേസിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ഇത് 3 വേസിലേ പറ്റുള്ളൂ. അപ്പൊ 5 × 5 × 3. എന്താണ്? അത് 3 എടുത്തെന്ന് വെച്ചാൽ 3 ഓഡ് നമ്പേഴ്സ് അല്ലേ ഉള്ളത് അവിടെ? ലാസ്റ്റ് ഡിജിറ്റ് ഓഡ് ആയിരിക്കണം. അപ്പൊ അത് 3 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. കേട്ടാ? ഫസ്റ്റ് ആൻസർ 75. സെക്കൻഡ് എന്തായിരിക്കും? റിപ്പീറ്റേഷൻ നോട്ട് അലൗഡാ. അപ്പൊ ഇവിടെ എന്താ? ബുദ്ധിമാന്മാര് പറയട്ടെ. 5 ആണോ ഇവിടെ? പറ. 3. കാരണം ഓൾറെഡി നമ്മൾ 3 എടുത്ത്. ഇവിടെ അപ്പൊ ഇവിടെ 4 ആണോ? 2. ഇവിടെ ഒരെണ്ണം എടുത്തില്ലേ? പറയാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഇത് 3 വേസിൽ അറേഞ്ച് ചെയ്യാം. അത് മറ്റേതുപോലെ തന്നെ. ഈ 3 നമ്പർ റിപ്പീറ്റേഷൻ എന്താ പറഞ്ഞേക്കണ? അലൗഡ് അല്ല. അപ്പൊ ഓൾറെഡി 3 എണ്ണം നമ്മള് ഇവിടെ 3 ഒരു നമ്പർ എന്തായാലും വരുമല്ലോ ഇവിടെ. അപ്പൊ റിപ്പീറ്റേഷൻ ബാക്കി എത്രയുണ്ട്? നിക്ക് ഇവിടെ 3 വേസിൽ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ എന്നെ കൂടെ തെറ്റിക്കോ? നിക്ക്, ഇത് 3 വേസിൽ അറേഞ്ച് ചെയ്യാം നമുക്ക്. അപ്പൊ ഇവിടെ ഒരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എത്രയുള്ളത്? 4. മാറിപ്പോയതാണേ.
ഇവിടെ 3 ഉണ്ട്. ഒരു നമ്പർ നമ്മൾ എടുത്ത് ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ച്. ബാക്കി എത്ര നമ്പർ ഉണ്ട്? 4 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് എത്ര വേയിൽ അറേഞ്ച് ചെയ്യാം? 5 നമ്പറില്. എടാ ഇവിടെ ഒരെണ്ണല്ലേ വെക്കുള്ളൂ നമ്മള്. ഒരു പൊസിഷൻ അല്ലേ ഉള്ളത് ഇവിടെ. ആ 3 ഒരുമിച്ച് വെക്കോ അവിടെ? ഇല്ല, ഏതെങ്കിലും ഒരെണ്ണോടത്തല്ലേ വെക്കോളൂ ഇവിടെ. അപ്പൊ 5 നമ്പറിൽ നിന്ന് ഒരു നമ്പർ പോയി. ബാക്കി എത്രയാ ഉള്ളത്? 4. അപ്പൊ ഇത് 4 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഇവിടെ ഒരെണ്ണം വെച്ച് ഇവിടെ ഒരെണ്ണം വെച്ച് ബാക്കി എത്ര ഉണ്ട് ഇനി? 3. മനസ്സിലായി? ഇത് ഓൾസോ 3 വേ. ഒന്നുകൂടി പറയണോ? പറയണ പറയണെങ്കിൽ പറയാ. മാനസിന് മനസ്സിലായ? ഫസ്റ്റ് അല്ലടാ, റിപ്പീറ്റേഷൻ എന്താ പറഞ്ഞേക്കണ? അലൗഡ് അല്ല. അപ്പൊ ലാസ്റ്റത്തെ ഡിജിറ്റിൽ എന്തായാലും ഒരെണ്ണം ഫിക്സ് ചെയ്ത് വെക്കും. ഇപ്പൊ ഇവിടെ 1 എടുത്താ പിന്നെ നമുക്ക് ആ 1 എടുക്കാൻ പറ്റുമോ ഇവിടെ? അപ്പൊ ബാക്കി എത്ര നമ്പേഴ്സാ ഉള്ളത്? 4 നമ്പേഴ്സാ. അപ്പൊ ഇവിടെ ഞാൻ 2 എടുത്ത് ബാക്കി എത്ര നമ്പർ ഉണ്ട് ഇനി? 3 നമ്പേഴ്സാ ഉള്ളത്. അപ്പൊ അതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പൊ ആദ്യം ഒരു നമ്പർ എടുത്ത് അപ്പൊ ബാക്കിയുള്ള നമ്പർ 4 വേസ് ഇത് അറേഞ്ച് ചെയ്യാം. ഇത് 3 വേസില്. മനസ്സിലായ? ഏകദേശം മനസ്സിലായത്. അതായത് അവിടെ 3 വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ലാസ്റ്റ് ഡിജിറ്റില് 3 വേസ് എന്ന് പറയുമ്പോ ഓഡ് നമ്പേഴ്സ് 3 ഉണ്ട്. 3 വേസിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ 3 വേസിൽ അറേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ ഒരു നമ്പർ എടുത്ത് അവിടെ പ്ലേസ് ചെയ്യും, ഇല്ലേ? പ്ലേസ് ചെയ്യും. ബാക്കി എത്ര നമ്പേഴ്സാ ഉള്ളത്? 5 നമ്പറില് ബാക്കി 4 നമ്പർ ഉള്ളൂ. പിന്നീട് ആ നമ്പർ ഉപയോഗിക്കാൻ പാടില്ല. അവിടെ ഏത് നമ്പറാണ് ഇപ്പൊ 1 എടുത്ത് പ്ലേസ് ചെയ്യണമെങ്കിൽ പിന്നീട് ആ 1 അവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ബാക്കി എത്രയുണ്ട്? 4. പിന്നെ നമ്മൾ ഇവിടെ ഒരു നമ്പർ പ്ലേസ് ചെയ്യും. പിന്നെ ആ നമ്പർ നമുക്ക് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സ് എത്ര ഉണ്ടാവുള്ളൂ? 3 ഉണ്ടാവുള്ളൂ. മനസ്സിലായാ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നിനക്ക് മനസ്സിലായില്ല ഇപ്പൊ പറഞ്ഞത്? ഇവൻ ചോദിച്ചെന്താ എനിക്ക് മനസ്സിലായി. എടാ അവനൊന്നും ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഇവന്മാർക്ക് മനസ്സിലായെന്ന് പറഞ്ഞൂടെ? മനസ്സിലായോ നിനക്ക്? അവന് മനസ്സിലായ? നോക്ക്, ഇവിടെ നോക്കടാ. ഇവിടെ 3 വേസിൽ അറേഞ്ച് ചെയ്യാം. അതൊക്കെ. ഇപ്പൊ ഇവിടെ ഞാൻ 1 എടുത്ത് വെച്ച്. 1 ഓഡ് എന്താണ്? ഓഡ് നമ്പർ ആണ്. ഇനി ഈ 1 എനിക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എവിടെയെങ്കിലും ഇല്ല. അപ്പൊ ഇത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാന്? 4. അപ്പൊ ഞാൻ ഇവിടെ 4 വേസിൽ അറേഞ്ച് ചെയ്യാല്ല. അപ്പൊ ഇവിടെ ഇപ്പൊ തൽക്കാലം 2 എടുത്ത് വെച്ച്. അപ്പൊ 1ഉം 2നും ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ 5ന്ന് 2 നമ്പർ ഓൾറെഡി കുറച്ച്. ബാക്കി ഇത് എത്ര വേസിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഇപ്പൊ 1 എടുത്ത് 2 എടുത്ത് ബാക്കി 1, 2, 3 3 നമ്പേഴ്സ് അല്ലേ ഉള്ളത്. അപ്പൊ ഇത് 3 വേയിലല്ലേ അറേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഇപ്പൊ മനസ്സിലായ? ഇത് ശ്രദ്ധിച്ച് പഠിക്കണോട്ടെ. ചിലവന്മാർക്ക് ഇത് കത്തൂല. അങ്ങനത്തെ അടുത്ത ക്വസ്റ്റ്യൻ ഇതുപോലെ. അടുത്ത, ഹൗ മെനി 4-digit number can be formed? How many 4-digit number can be formed? 4-digit odd numbers ഇട്ടാടാ. 4-digit odd numbers can be formed from the digit 1, 2, 3, 4, 5, 6, 7. First one digit can be repeated. Second one not repeated. അപ്പൊ 4 ഡിജിറ്റ് ഉണ്ട് ഇവിടെ. അപ്പൊ ലാസ്റ്റത്തെ എങ്ങനെ അറേഞ്ച് ചെയ്യാന്ന് ആദ്യം ആലോചിക്കാം.
മൾട്ടിപ്ലൈ കണ്ടുപിടിക്കണ്ട, എനിക്ക് ഇത് മാത്രം പറഞ്ഞാൽ വലിയ നമ്പേഴ്സ് ആയിരിക്കില്ലേ? 7 × 7 × ഇത് നോക്കിയേ, ഇവിടെ എത്രയുണ്ട്? എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ? 1, 2, 3, 4. അപ്പൊ ഇത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 4 വേസിൽ പറ്റും അല്ലെ? ഇനി ഇവിടത്തെ ഓരോ നമ്പേഴ്സാ? ഇതെന്താ? 7. മൾട്ടിപ്ലൈ കണ്ടുപിടിക്കണ്ട കേട്ടാ. ഇത് 7, ഇതാ 7. അപ്പൊ 7 × 7 × 7 × 4. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാമോ നിങ്ങൾക്ക് എക്സാമിന്? പറ്റില്ല. നോക്കിക്കേ, രണ്ടാമത്തെ നോക്കിക്കേ, ഇത് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? രണ്ടാമത്തെ ബി പാർട്ട് പറഞ്ഞേടാ. ലാസ്റ്റ് ഡിജിറ്റ് നമുക്ക് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? ഇത് 4. അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു നമ്പർ നമ്മൾ എടുത്ത്. അപ്പൊ ഇതാ ബുദ്ധിമാന്മാര് പറയട്ടെ, നീ പറ. സെക്കൻഡ് വൺ അല്ല, ഇവിടെ എന്ത് വരും? ഇവിടെ 4 ആണോ? എടാ, ഇവിടെ ഓൾറെഡി ഒരു നമ്പർ എടുത്ത്, ബാക്കി റിമൈനിങ് എത്ര നമ്പർ ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് എത്ര വേയിൽ അറേഞ്ച് ചെയ്യാം? 6 വേ. വാട്ട് അബൌട്ട് ദിസ്? ഏട്ടാ മനസ്സിലായ? അത് ഡാൻസ് കളിക്കണ്ട. ഇതാണ് ഇങ്ങനെ തന്നെയാണ് 4 × 5. എത്ര കിട്ടിയ ആൻസർ? Six into 5 into 4 into 4, 480 അല്ലേ? അതെങ്ങനെ? 6 into 5 എന്താ? 30. 13 into 4 120. 120 into 4 480. കിട്ടിയാ? ആദ്യത്തെ എത്ര കിട്ടിയ? എത്ര? ഫസ്റ്റ് 1372. എടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1372 ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് 480. Okay, next question. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്താണ് നമ്മൾ 6.1 എല്ലാം ചെയ്താ? 6.1 എല്ലാം ചെയ്താ? ഏതാ ചെയ്യാത്ത? ഫോൺ നമ്പറിന്റെ ചെയ്തല്ലേ? കോനിന്റെ ചെയ്തല്ലേ? ഇനി 6th ക്വസ്റ്റ്യൻ ചെയ്തേ. ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ അറിയില്ല. 6.1 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Given 5 flags of ആൻസർ പറയണ എന്തിനാ? ചെയ്തു നോക്കിയാ ക്വസ്റ്റ്യൻ എഴുതണ്ട. Given 5 flags of different colors, how many different signals can be generated if each signal requires the use of 2 flags? On below the other. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഗ് ആണ്, 2 കളർ ഒന്നായി പോകൂലേ? അപ്പൊ റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. റിപ്പീറ്റേഷൻ ഈസ് നോട്ട് അലൗഡ്. അപ്പൊ നോക്കിക്കേ, ഒരു ഫ്ലാഗിന്റെ മുകളില് 2 ഫ്ലാഗ് പ്ലേസ് ചെയ്യണം. ഫസ്റ്റ് എത്ര കളേഴ്സ് ഉണ്ട്? 5 കളേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ഫസ്റ്റ് അവരവിടെ ടാറ്റ കൊടുക്കണം.
അപ്പൊ ഫസ്റ്റ് നോക്കിക്കേ, ഫസ്റ്റ് എത്ര വേസിൽ അറേഞ്ച് ചെയ്യാം? 5 വേസിൽ. സെക്കൻഡ് വൺ 4 വേസ്. ഓക്കെ അല്ലേ? എന്താ ഡൗട്ട് ഉണ്ടോ? മൊത്തം 5 കളേഴ്സ് ഉണ്ട്. How many different signals എന്നാ പറഞ്ഞേക്കണേ കേട്ടോ. കിട്ടിയാ? അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതിന്ന് അതിലില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. Find the number of 5-letter word. Find the number of 5-letter words without meaning. With or without meaning can be formed. പറയണം ഒന്നുകൂടി. Find the number of 5-letter of word with or without meaning can be formed out of the letter of the word. Delhi. The word repetition is not allowed. Repetition not allowed. Find the number of 5-letter word with the ഇല്ല. word repetition is not allowed. അപ്പൊ ഈ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് എത്ര ലെറ്റേഴ്സിന്റെ വേർഡ് ഉണ്ടാക്കണം? 5 ലെറ്റേഴ്സിന്റെ വേർഡ് ഉണ്ടാക്കണം. ഏതൊക്കെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പൊ റിപ്പീറ്റേഷൻ നോട്ട് അലൗഡ് ആണെന്ന് പറഞ്ഞേക്കണം. അപ്പൊ ഫസ്റ്റത്തെ 5 4 3 2 1. ടെക്സ്റ്റ് ഒന്ന് തരാമോടാ? അതാരുടെ? ഫാക്ടോറിയൽസ് ആണ്. തിയറം ഒക്കെ ഉണ്ടാവും അവിടെ. നിങ്ങക്ക് തിയറം ചോദിക്കാറുണ്ടോ എക്സാമിന്? അടുത്ത ഡെഫിനിഷനിലേക്ക് അടുത്താണ് കേട്ടോ. എടാ മിണ്ടല്ലേ. A permutation is an arrangement. Definition. A permutation is an arrangement in a definite order of number. A permutation is an arrangement in a definite order of number of objects taken sum or definite order of a number of objects taken some or all at a time. അതായത് പെർമുട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അറേഞ്ച്മെന്റ് ആണല്ലേ. എല്ലാവരും എടുക്കൂല. ഇപ്പൊ നിങ്ങളിപ്പോ എത്ര പേരുണ്ട്? 4 പേരുണ്ട്. ഇവിടെ ആകെ 2 സീറ്റേ ഉള്ളൂ അല്ലെ? അപ്പൊ ഞാൻ എല്ലാവരെയും കൊണ്ടൊന്നും ഇവിടെ ഇരുത്താൻ പറ്റും. 2 സീറ്റിലായിട്ട് ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് നിങ്ങൾ തന്നെ എനിക്ക് എന്ത് ചെയ്യാം? 2 പേരെ സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ നമ്പർ ഓഫ് വേ ഓഫ് സെലക്ഷൻ ആണ് എന്ത്? പെർമുട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരെയും ചിലപ്പോ വേണമെങ്കിൽ എല്ലാവരും എടുക്കാൻ പറ്റില്ല. എങ്ങനെ എടുക്കാൻ പറ്റില്ല? ചിലപ്പോ 4 പേരുണ്ട്, 4 സീറ്റ് ആണെങ്കിൽ എല്ലാവരും എടുക്കണമല്ലോ. എന്താ 4? വരണേ ഉള്ളു അങ്ങോട്ടേക്കാ. ഇനി ഫാക്ടോറിയൽ എന്താണെന്നറിയാലോ നിങ്ങക്ക്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താ? 5 into 4 into 3 into 1. അപ്പൊ ഇവിടെ നോക്കി, നമ്മൾ ഇവിടെ ആ ഒരു 5 ഫാക്ടോറിയൽ കണ്ടുപിടിച്ചത്. അപ്പൊ ഇവിടെ എല്ലാം എടുത്തോണ്ടിട്ടാണ് നമുക്ക് എന്ത് വന്നത്? 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടി വന്നത് കേട്ടോ. അപ്പൊ ചിലപ്പോ ഇതിന്റെ നിങ്ങൾക്ക് ആൻസർ 5 ഫാക്ടോറിയൽ എന്ന് എഴുതിയാലും മതി. ആൻസർ ഫുൾ എഴുതണമെന്നില്ല കേട്ടോ. അപ്പൊ കണ്ടുപിടിച്ചേ നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ്
5 ഫാക്ടോറിയൽ, 6 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ. ഒരു 6ഉം 7 ഒക്കെ വരെ നിങ്ങൾ ഏകദേശം കാണാണ്ട് പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ പറഞ്ഞത്? കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പാടില്ലെന്നല്ലേ പറഞ്ഞ? നിനക്കല്ലേ കാണാണ്ട് പഠിക്കണം ഭയങ്കര ഇഷ്ടമുള്ള ആള്. നീ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളഞ്ഞ ആദ്യം അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയുക. Find the value of 5 factorial, 6 factorial, 7 factorial. ഫൈവ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം എങ്ങനെ? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 into 1 കേട്ടാ. 5 ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം എങ്ങനെ? 5 into 4 into 3 into 2 into 1 1 വരെയുള്ള ബാക്കിന്ന് കൗണ്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എത്ര കിട്ടി? 5 ഫാക്ടോറിയൽ 120. 6 ഫാക്ടോറിയൽ മാനസ് കണ്ടുപിടിക്കട്ടാ. 7 ഫാക്ടോറിയൽ 5040. ഇനി നോക്കിക്കേ, ഇനി വിവേക ശ്രദ്ധിക്കേ. ഇനി n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n into n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. n ഫാക്ടോറിയൽ നമുക്ക് n into n minus 1 ഫാക്ടോറിയൽ. അങ്ങനെ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ ഇതുപോലെ 5 ഫാക്ടോറിയൽ is equal to 5 into 4 ഫാക്ടോറിയൽ. ഈ 4 ഫാക്ടോറിയൽ എങ്ങനെ എഴുതാം നമുക്ക്? 4 into 3 ഫാക്ടോറിയൽ. മനസ്സിലായ? n ഫാക്ടോറിയൽ n into n minus 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് 7 ഫാക്ടോറിയൽ minus 5 ഫാക്ടോറിയൽ. ആ ടെക്സ്റ്റ് അങ്ങ് അടച്ചു വെച്ചേ. നിന്റെ ഇരിപ്പ് കാണുമ്പോഴേ മനസ്സിലാവും. എന്താണ് കോമൺ 5 ഫാക്ടറിന്റെ വാല്യൂ 7ന്റെ കണ്ണൊക്കെ എങ്ങാണ്ടാണ് പോണ നിന്റെ? കണ്ടിട്ട് എനിക്ക് പേടിയാണ്. ഭയങ്കര ചൂടല്ലേ ഇവിടെ? കിട്ടിയാടെ ആൻസർ? നിനക്ക് 15th മതിയല്ലേ ഇൻഡിപെൻഡൻസ് ഡേ? ഇവിടെ 15th ട്യൂഷൻ ഉണ്ടെങ്കിലോ? 454920. എന്താ നീ അല്ലല്ലാന്ന് ചോദിച്ച? എത്ര കിട്ടി? ആൻസർ 4920. കിട്ടിയാടാ? കിട്ടിയില്ല, മൾട്ടിപ്ലൈ ആണല്ല. നീ ടെക്സ്റ്റ് വർക്ക് ചെയ്താണാടാ? എത്ര കിട്ടിയ ആൻസർ? 4920. കിട്ടിയാടാ? ഇനി ഒരു 5 minutes ബ്രേക്ക് കിട്ടാം.
മാനസ് ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക്. 5 ഇല്ല, 2 മിനിറ്റ്സ്. എടാ ഇവിടെ നോക്കിക്കേ, നമ്മൾക്ക് ഇതിനെ ഈസി ആയിട്ട് ചെയ്യാം. നോക്കിക്കേ, 7 ഫാക്ടോറിയൽ മൈനസ് 5 ഫാക്ടോറിയൽ അല്ലേ? അപ്പൊ 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ചെയ്താൽ നമുക്ക് 7 ഫാക്ടോറിയൽ മൈനസ് എന്താണ് 5 ഫാക്ടോറിയൽ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, 5 ഫാക്ടോറിയൽ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അപ്പൊ എന്തരും 5 ഫാക്ടോറിയൽ ഇൻറ്റു 7 ഇൻറ്റു 6 മൈനസ് 1. അപ്പൊ എന്തരും 7 ഇൻറ്റു 6 എന്താ 42 അല്ലെ? 41 വരും. പിന്നെ 5 ഫാക്ടോറിയൽ ഇൻറ്റു 41 ചെയ്താൽ മതി കേട്ടോ. 41 5 ഫാക്ടോറിയൽ എത്ര? 120. 5 ഫാക്ടോറിന്റെ വാല്യൂ 120 അല്ലേ? ഇൻറ്റു 41. ഓക്കെ, വേണ്ട, നീ വെള്ളം കുടിക്കണ്ട. ആ വരട്ടെ, അതെ അവൻ തരും. നീ വെള്ളം എടുക്കാൻ പോണല്ലോ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അപ്പൊ 7 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ ഈ 5 ഫാക്ടോറിയൽ അങ്ങനെ തന്നെ എഴുതാം, കട്ട് ചെയ്ത് കളയാ. എന്താടാ കഴിഞ്ഞാടാ? ഇനി ഫൈൻഡ് നെക്സ്റ്റ്. ആദ്യത്തെ ഇതാ ട്വൽവ് ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? 12 ഇൻറ്റു 2 ഫാക്ടോറിയൽ എന്താ? അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇവാലുവേറ്റ്. എടാ കഴിഞ്ഞാടാ, എത്ര ചെയ്താ? ഇവാലുവേറ്റ് n factorial into n factorial by evaluate n factorial by n factorial by r factorial into n minus r factorial. N is equal to 5 and r equal to 2.
കിട്ടിയാടാ? മതിയൊക്കെ കിട്ടിയാ? എടാ കിട്ടിയാന്ന് വെച്ചിട്ട് അവൻ മിണ്ടാത്തണ്ട. ഞാൻ കുറേ കിട്ടിയാ വെച്ചപ്പോ നിനക്ക് ഒരു എക്സ്പ്രഷൻ ഇല്ല അവന്. നീ എങ്ങനെയാ ടീച്ചർമാര് ചോദിക്കുമ്പോ ഞാൻ കിട്ടിയാന്ന് വെച്ചപ്പോ അങ്ങനെ തന്നെ നിക്കണ്, ഒന്ന് ചിരിക്കണ പോലില്ല. അടുത്തത് ഇഫ് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 ഫാക്ടോറിയൽ is equal to x/10 factorial. Find the value of x. Find x. മാനസ് വന്നാ? നിന്നെ കാണില്ലല്ലോ. ക്വസ്റ്റ്യൻ ഇത് 1/8 ഫാക്ടോറിയൽ പ്ലസ് 1 എങ്ങനെ എഴുതാൻ പറ്റും? 8 ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ 1/9 ഫാക്ടോറിയൽ 1/8 ഫാക്ടോറിയൽ പ്ലസ് 1/9 into 8 ഫാക്ടോറിയൽ എഴുതാം. 1/8 ഫാക്ടോറിയൽ പ്ലസ് 1 ഇതിന് നമുക്ക് 9 into 8 ഫാക്ടോറിയൽ മറ്റേതിനാ x/10 into 9 into 8 ഫാക്ടോറിയൽ. ഞാൻ അതേ ഇതാ. ഇനി കണ്ടുപിടിക്കാൻ എളുപ്പമുള്ള കിട്ടിയാ? ഇനി 8 ഫാക്ടറിന് അപ്പുറത്തോട്ടൊക്കെ എടുക്കുമ്പോ 8 ഫാക്ടർ കട്ടായി പോവും. ബാക്കി എന്ത് വരും? 1 പ്ലസ് 1/9 ഈക്വൽ ടു എക്സ്. എത്ര കിട്ടിയ ആൻസർ? x/90. അപ്പൊ എക്സ് ഈക്വൽ ടു കഴിഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് എക്സൈസ് 6.2 നിങ്ങൾ തന്നെ എഴുതാ ക്വസ്റ്റ്യൻസ്. 6.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ഫോർത്ത്, ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്ത്, ഫിഫ്ത്ത് വരെ ഉണ്ട്. 1 to 5 ടെക്സ്റ്റ് വേണം ആർക്കെങ്കിലും? സോഴ്സ് ഫ്രൂട്ട്സ് മാത്രം? പക്ഷെ ചില ഫ്രൂട്ട്സിൽ ഷുഗറിന്റെ അളവ് കൂടുതലായിരിക്കും. വരും. ആർക്കാ ഇപ്പൊ ഷുഗർ വന്നത്? നിനക്കാണോ ഷുഗർ? പിന്നെ ആർക്കാണ് വന്നത്? വരാണ്ടിരിക്കാനാണോ നോക്കണേ? ഇപ്പൊ ഹെറിഡിറ്ററി ആയിട്ടും വരും ഷുഗർ. ഹെറിഡിറ്ററി ആയിട്ടും മനസ്സിലായില്ല? നീ പഠിച്ചില്ലെങ്കിൽ എന്ത് പൊട്ട ചോദ്യമാണോ ചോദിക്കണ? ഞാൻ പഠിച്ചില്ലെങ്കിൽ ഷുഗർ വരും. ആനസേ എക്സൈസ് 6.2 ക്വസ്റ്റ്യൻസ് ചെയ്തേ.
എന്തൊക്കെയാണെന്ന് 6.2 ക്വസ്റ്റ്യൻസ് ചെയ്യുക കേട്ടോ.